ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കിടിലൻ ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു അടിപൊളി ബോട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ മുഴുവനും മണ്ണും ചെളിയൊക്കെയാണ്. അതൊക്കെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പത്രമോ അല്ലെങ്കിൽ പഴയ മാഗസീൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ പീസുകളാക്കി നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ കുപ്പിയിലൊന്ന് പൊട്ടിച്ചും കൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫുൾ ഷീറ്റ് പേപ്പർ എടുക്കണം. എന്നിട്ട് ആ പേപ്പറിൻ്റെ നടുഭാഗത്തൂടെ ഒന്നുകൂടെ മടക്കിയിട്ട് ആ മടക്കിയതിൻ്റെ ഒരറ്റം വീണ്ടും മടക്കുക. അപ്പോൾ നമ്മൾ ഈ മടക്കുന്നത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എളുപ്പം ഉള്ള രീതിയിൽ നമുക്ക് ആ പേപ്പറിനെ കട്ട് ചെയ്ത് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 3 പീസിൻ്റെ ആവശ്യമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഓരോ പീസ് വീതം ഓരോ പീസിൻ്റെ മുകളിലായിട്ട് വച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ആ പേപ്പറിനെല്ലാം കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മുടിയൊക്കെ തെറ്റുന്നത് പോലെ ആ പേപ്പറിനെ നമുക്കൊന്ന് തെറ്റിയെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ തെറ്റുക എന്നൊക്കെ പറയും, ചില സ്ഥലങ്ങളിൽ പിന്നുക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ പേപ്പർ നമ്മൾ അടിപൊളിയായിട്ട് തെറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ തീരുമ്പോൾ നമുക്ക് അടുത്ത പേപ്പറും ഇതുപോലെ വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടൊന്ന് തെറ്റിയെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുപ്പിയിൽ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ പേപ്പർ നമുക്ക് ഈ കുപ്പിയിൽ അടിപൊളിയായിട്ടൊന്ന് ചുറ്റിയും കൂടെ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് എടുക്കണം. അപ്പോൾ ഇത് ഇളകി പോകാത്ത രീതിയിൽ തന്നെ നമ്മളത് ഒട്ടിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കറുപ്പ് ആക്രിലിക് കളറാണ്. അപ്പോൾ ഈ കളർ നമ്മുടെ ഈ കുപ്പിയിൽ നമുക്കൊന്ന് അടിപൊളിയായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കളർ അടിക്കുമ്പോൾ ആ ന്യൂസ് പേപ്പർ ചുറ്റിയ ഗ്യാപ്പിലൊക്കെ നല്ലതുപോലെ തന്നെ നമ്മുടെ കളറൊന്ന് അടിച്ചെടുക്കുക. എങ്കിലേ നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗി കാണത്തുള്ളൂ. ഇനി നമ്മളൊരു മഞ്ഞ കളർ ആക്രിലിക് കളറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കളർ നമ്മുടെ ഈ കുപ്പിയുടെ മുകൾ വശത്തായിട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോട്ടിലിന് ഒരു തിളക്കത്തിന് വേണമെങ്കിൽ നമുക്ക് വാർണിഷൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ അത് അടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റ് ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടും.